ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ മുൻ DGP ആയിട്ടുള്ള ഡോക്ടർ ടി.പി. സെൻകുമാർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. സാർ അത് കണ്ടിരുന്നോ? ഞാൻ വായിച്ചിരുന്നത്. അത് ഈ ഒരു തർക്കം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ക്രിസ്ത്യൻ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കോർ ഹിന്ദുവിനെ വിട്ട് BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനായിട്ട് പോയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. ഛത്തീസ്ഗഡ് പ്രശ്നം വന്നപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. കേരളത്തെ പറ്റി ABCD അറിയാത്ത പ്രസിഡന്റും മറുത്തു പറയാത്ത അനുചര വൃന്ദവും ഇന്ന് കേരള BJPയെ എവിടെ എത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് തുടങ്ങുന്നത്. ഷോൺ ജോർജും ശ്രീ PC ജോർജും പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഈ പോസ്റ്റ് വായിച്ചപ്പോൾ സാറിന് എന്താണ് തോന്നിയത്? ഇത് പറഞ്ഞത് ശരിയാണോ? കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച പോലീസ് മേധാവികളിൽ ഒരാളാണ് സെൻകുമാർ. എനിക്ക് അദ്ദേഹത്തോട് വളരെ ആദരവാണ്. അദ്ദേഹം ഒരു ദേശീയവാദിയാണ്. എന്ത് പോരായ്മ എവിടെ കണ്ടാലും അദ്ദേഹം അത് തുറന്ന് കാണിക്കുന്നുണ്ട്, കേരള സമൂഹത്തെ അലേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് എതിർക്കാൻ പറ്റൂല ഏതായാലും. കാരണം കേരള BJP ചെയ്തത് വളരെ തെറ്റായൊരു നടപടിയാണ്. ഈ ക്രൈസ്തവരുടെ പുറകെ കേക്കും വീഞ്ഞും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെ ഈ ബിഷപ്പിൻ്റെ അരമനയെ പോയി അവരെ കണ്ട് അവരുടെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ബിഷപ്പുമാർ മൊത്തം കത്തോലിക്ക ബിഷപ്പന്മാരും പിന്നെ മറ്റേ വേറൊരു വർഗം ഉണ്ടല്ലോ, കറുത്ത ഉടുപ്പും അംശവടിയും കൊണ്ട് നടക്കുന്നവന്മാരുണ്ട്. ഇവർക്ക് മൊത്തം ഇവർക്ക് ഒരു യുണീക്നെസ് ഉള്ളത്, അവർക്ക് ഹിന്ദുക്കളെ അവർക്ക് ദേഷ്യമാണ്, ഭയങ്കര വൈരാഗ്യമാണ് ഹിന്ദുക്കളോട്. എങ്ങനെയെങ്കിലും ഈ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യണം, അൻഹീലേറ്റ് ചെയ്യണം എന്നും പറഞ്ഞ് നടക്കുന്നവരാണ് ബിഷപ്പുമാരും പാതിരികളും ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കർദിനാളുമാരും ഒക്കെ. ഒക്കെ അതുപോലെ തന്നെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ സൂചിപ്പിക്കാൻ പറയണമെന്ന് ഞാൻ തോന്നുന്നു. ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ ഞാൻ കണ്ടേണ പള്ളിയിലെ അച്ഛന്മാർ ഒരാളെങ്കിലും ഒരു ഹിന്ദുവിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ നല്ല സ്വഭാവത്തെ കിട്ടിയിട്ട് പറയുള്ളൂ. അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ മതപ്രചരണം നടത്തി ഇത് മൊത്തം ക്രൈസ്തവ റിപ്പബ്ലിക്കായിട്ട് മാറ്റണമെന്നാണ്. പിന്നെ അവർക്ക് മുസ്ലിങ്ങളെ പേടിയാണ്. കാരണം അവര് മുസ്ലിങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളി അറിയും, കയ്യും കാലൊക്കെ കണ്ടിച്ചോണ്ട് പോകും. നമ്മൾ കണ്ടാണല്ലോ പലതും. അപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് 2024 ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് ഒരു മറ്റേ റബ്ബർ കർഷകനുണ്ടല്ലോ, ഒരു പാമ്പ്ളാനി, മൂപ്പര് ബിഷപ്പാന്നാണ് പറയുന്നത്. അയാൾ പറഞ്ഞു റബ്ബർ കൃഷിക്ക് റബ്ബറിന് 350 രൂപ തന്നാൽ ഞങ്ങൾ ഒരു 4 ലോക്സഭാ സീറ്റ് BJPക്ക് തരാം. അയാൾ കച്ചവടക്കാരനല്ല, അയാൾ എന്ത് ബിഷപ്പ്? അയാൾ ഇടപെടാമോ? അത് രാഷ്ട്രീയത്തിൽ അയാൾ ഇടപെടാമോ? അപ്പോൾ ഒരു ഹൈന്ദവ ആത്മീയ നേതാവാണ് അത് പറഞ്ഞെങ്കിൽ എന്തായിരുന്നു ഇവിടെ ബഹളം ഉണ്ടാവുക? ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞതുകൊണ്ട് ഗതിയില്ലാത്തതുകൊണ്ട് പറഞ്ഞത് കാരണം ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇപ്പം നടക്കണ എന്താ, ഫിഡൽ കാസ്ട്രോ, ചെഗുവേര, MA ബേബി, ഇവരൊക്കെയാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഇപ്പോഴത്തെ ദൈവങ്ങൾ മുഴുവൻ. കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയൻ അപ്പൂപ്പനും അവിടെ പ്രതിഷ്ഠയായിട്ട് വരും, പിണറായി അപ്പൂപ്പൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഹിന്ദുക്കളെ അങ്ങ് ഇല്ലായ്മ ചെയ്യുകയാണ് അവർ. അപ്പോൾ ഇവരുടെ പുറകെ വോട്ടിന് പോയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ BJP സംസ്ഥാന രാജീവ് ചന്ദ്രശേഖർ തെറ്റ് പറ്റിയെന്നാണ് സാർ പറയുന്നത്? തീർച്ചയായിട്ടും. ആ ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തില്ലേ? പ്രജതിക്ക് അറിയാമോ അവരെന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന്? അവർ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ഇൻവോൾവ് ആയിരുന്നു. അവർ മതപരിവർത്തനത്തിൽ, നിർബന്ധിത മതപരിവർത്തനത്തിൽ ഇൻവോൾവ് ആയിരുന്നു. ഛത്തീസ്ഗഡിലെ മതപരിവർത്തന നിയമം ലംഘിച്ചതിനാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അല്ലാണ്ട് പോലീസുകാർക്ക് എന്ത് ഈ കന്യാസ്ത്രീകളെ കൊണ്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? അതിന് ഇവിടുന്ന് ഒരു സംഘം ആയിട്ട് രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയി അവിടുത്തെ മുഖ്യമന്ത്രിനെ കാണുകയും എല്ലാവരെയും കണ്ട് അവരെ ജാമ്യത്തിലെടുക്കാനായിട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നിയമം ആര് ലംഘിച്ചാലും അതിന് ആ നാട്ടിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അവിടുത്തെ നിയമ നടപടികൾ നേരിടേണ്ടി വരും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസ് CPM നേതാക്കൾ അടക്കം അവിടെ പോയിരുന്നു. ആ വിഷയത്തിൽ അവർ പോയിട്ട് എന്താ പറഞ്ഞത് നമ്മൾ കണ്ടുല്ലോ അല്ലേ? റഹീം എന്തൊക്കെയോ പറയണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. അവർക്ക് മനസ്സിലായില്ല, അയാൾക്ക് മനസ്സിലായില്ല. അത് റഹീം റഹീം ഡോക്ടർ ലുട്ടാപ്പി എന്ന് പറയണ. അതെ സാർ, ഞാൻ ചോദിക്കാൻ വന്നത് മറ്റൊരു കാര്യം. ഈ ഇലക്ഷനോട് അടുത്തിരിക്കുമ്പോഴാണ് FCRAയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വരുന്നത്. അപ്പൊ ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ അതിലൊരു മെല്ലെപ്പോക്ക് നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണോ? അദ്ദേഹത്തിന് അത് ഇഗ്നോർ ചെയ്യാമായിരുന്നു. അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലായിരുന്നു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിനാ അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയത്? FCRA എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ
ബാധകമായിട്ടുള്ളൊരു നിയമമാണ്. ഇന്ത്യയിലെ എല്ലാ സംഘടനകളും ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പോൾ ഹിന്ദു സംഘടനകളായ രാമകൃഷ്ണ മിഷനോ അതല്ലെങ്കിൽ ഇസ്കോണോ അതല്ലെങ്കിൽ അമൃതാനന്ദമയി മഠോ അതല്ലെങ്കിൽ ജഗ്ഗി വാസുദേവൻ്റെ ഇഷ ഫൗണ്ടേഷനോ സ്വാമി ചിന്മയാനന്ദൻ്റെ ഇതായിട്ടുള്ള ആശ്രമം, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം. എന്തിനേറെ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വരെ ഇല്ലാത്ത പ്രശ്നം. നമ്മുടെ കാന്തപുരത്തെ ഒരു മസ്ലിയാരുണ്ടല്ലോ പാവം, അദ്ദേഹം കൂടി ഇതിനെ എതിരായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ബിഷപ്പുമാർ ഇവരെന്തറിയാമോ, ഈ പൈസ മൊത്തം ഇവർ കൊണ്ടുതന്നെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഡോക്ടർ ടി.പി. സെൻകുമാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, അതിനെന്താ കുഴപ്പം? എന്താ തെറ്റ് കണ്ടാൽ ആരാണെങ്കിലും പറയേണ്ടി വരും തെറ്റ് കണ്ടാൽ. ആ PC ജോർജ് അല്ല ഷോൺ ജോർജും കാണിച്ച ആർജവമെങ്കിലും BJPയുടെ അധ്യക്ഷൻ കാണിക്കേണ്ടതായിരുന്നു. ഇത് ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പ്രതികരിക്കാൻ വേണ്ടി ഇവരെന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കിക്കോട്ടെ, നിയമത്തിൻ്റെ റിപ്പർക്കഷൻസ് എന്താ ഉണ്ടാവുക എന്നുള്ളത് അത് അനുഭവിച്ചു കഴിയുമ്പോഴല്ലേ ഇങ്ങനൊരു ബില്ല് അവസാനം പാർലമെൻറ്റിൽ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇവർ പറയും ജനസംഖ്യയുടെ 2% ഞങ്ങളുള്ളൂ എന്ന്. ഈ ജനസംഖ്യയുടെ 2% ഉണ്ടായിട്ട് ഇവരിങ്ങനെ പെരുപ്പിച്ചുകൊണ്ടിരിക്കുക പള്ളിക്കുട്ടന്മാരെ ഉൽപ്പാദിപ്പിച്ച്. അവരെന്തുകൊണ്ട് അത് ചെയ്യണം? ഇവിടുത്തെ നിയമം അവർക്ക് അനുകൂലമാക്കി ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് അവർ പറയണം മതം പ്രചരിപ്പിക്കാനും മതം മാറ്റാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇന്ത്യൻ ഭരണഘടനയാണ്. ഇതിനകത്ത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് മതം പ്രചരിപ്പിക്കാമെന്ന്? നിർബന്ധിതമായിട്ട് എവിടെയെങ്കിലും മതം പ്രചരിപ്പിക്കാമെന്ന്? അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഷോൺ ജോർജും ശ്രീ PC ജോർജും പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. വാസ്തവത്തിൽ ആർക്കാണ് എല്ലാ ആനുകൂല്യങ്ങളും എടുക്കുന്നതല്ലാതെ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും തിരിച്ച് ചെയ്യുന്നുണ്ടോ? എല്ലായ്പ്പോഴും ലാഭം മാത്രം എടുക്കുന്ന സ്വഭാവം. ഇവരുടെയൊന്നും സഹായമില്ലെങ്കിലും ഇന്ത്യ ഭരിക്കാൻ BJPക്ക് സാധിക്കുമെന്നുകൂടി ഇവർക്ക് മനസ്സിലാകണം. അവരുടെ ലാഭത്തിന് വേണ്ടിയാണ്, അതായത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്നും അവരെ രക്ഷിക്കുന്നത് BJP മാത്രമാണ്. അതുകൂടെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയണമായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടുന്ന എല്ലാ സീറ്റുകളും അവരുടെ യാതൊരു സഹായവും ഇല്ലാതെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി എല്ലാവരും കാണിച്ചാൽ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അല്ല, പറഞ്ഞിരിക്കുന്നത് 100% ശരിയാണ് പ്രജിത. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എത്രയോ ഹിന്ദുക്കളെ ഇവർ കൊന്നിട്ടുണ്ട്, ഇസ്ലാമിക് തീവ്രവാദികൾ കൊന്നിട്ടുണ്ട്. കാശ്മീരി പണ്ഡിറ്റ്സിന് എത്ര പേര് കൊന്നിട്ടുണ്ട്. പഹൽഗാം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എത്ര പേര് പഹൽഗാം പ്രശ്നത്തിൽ കൊല്ലപ്പെട്ടു. മുസ്ലിങ്ങളാണ് കൊന്നത്. ഈ പള്ളിയിൽ അച്ഛന്മാർ അക്ഷരം പോലും മിണ്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ആത്മീയ നേതാക്കൾ എന്ന് പറഞ്ഞ് ആത്മീയ കച്ചവടം നടത്തുന്ന ബിഷപ്പുമാരും കർദിനാൾമാരും എവിടെയാണ് അവർ അതിനെ വിമർശിച്ചിരിക്കുന്നത്, അതിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്? അവർ രാവും പകലും ക്ലിമിസ് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ക്രൈസ്തവർ സുരക്ഷിതരല്ല. ഇതാണ് അയാൾക്ക് രാവും പകലും ഉള്ളത്. ഈ മറ്റേ അയാളിപ്പോൾ ആരെ കാണുമ്പോഴും മറ്റേ സ്തുതി പറയില്ലേ നമ്മൾ, എന്താ എപ്പോഴും മറ്റേ സ്തുതി ആയിരിക്കട്ടെ അച്ചോ എന്ന് പറയണത്. ഇയാൾ പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ക്രൈസ്തവർ സുരക്ഷിതരല്ല, ഇയാളുടെ കോമൺ വേർഡ് ഇതാണ്. കള്ളത്തരല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുഴുവനും. ദേ വാണ്ട് ടു ഹാവ് ദ കേക്ക് ആൻഡ് ഈറ്റ് ടു എന്ന് പറയും ഇംഗ്ലീഷിൽ. എനിക്ക് അതിൻ്റെ മലയാള പരിഭാഷ എങ്ങനെയാണ് സാഹിത്യപരമായിട്ട് പറയാൻ അറിയാൻ പാടില്ല. ഇവർക്ക് BJP ഒരു കാര്യം ഓപ്പണായിട്ട് പറയണം, ഞങ്ങൾ ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ്, ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ടുള്ള പാർട്ടിയാണ്, ഞങ്ങൾക്ക് മറ്റ് മതങ്ങളെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ധൈര്യമായിട്ട് പറയണം. എന്തേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതുവരെ ഭരിച്ചിട്ടും മറ്റു ഇതര മതസ്ഥർക്കൊന്നും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അല്ല, വേറെ കാര്യമുണ്ട്. നരേന്ദ്രമോദിയുടെ സ്വന്തം നാടാണ് ഗുജറാത്തിൽ. അവിടുത്തെ കർദിനാളും ബിഷപ്പും ഈ പറഞ്ഞ പാതിരിമാരും നരേന്ദ്രമോദിനെ തോൽപ്പിക്കാൻ വേണ്ടി പരസ്യമായിട്ട് രംഗത്തിറങ്ങി നടക്കുക, BJPനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഉത്തർപ്രദേശിൽ, മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, ജാർഖണ്ഡിൽ, ഒറീസയിൽ എല്ലായിടത്തും ഇവർ BJPനെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുക. പിന്നെ കേരളത്തിൽ മാത്രം കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ കുറച്ച് കൂടുതലാണ്, 23-24% ഉണ്ട്. അവർ ഹിന്ദുക്കൾക്കെതിരായിട്ട് BJPക്ക് എതിരായിട്ട് വോട്ട് ചെയ്യുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഈ അനൂപ് ആൻ്റണിക്കും ജോർജിനും പിന്നെ ഷോൺ ജോർജിനും വോട്ട് ചെയ്തിട്ടുള്ളത് മുഴുവൻ ഹിന്ദുക്കളാണ്. ക്രൈസ്തവരെല്ലാം നല്ലൊരു ശതമാനം കോൺഗ്രസിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ
വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.